नमस्ते छात्रों। अनुता पाठ का चौथा एपिसोड है। आज हम कुछ और प्रश्न पर चर्चा करेंगे। उसके पहले कुछ वाक्य देखें। उसे शाख सा लगा, उसकी आवाज़ में गहरी उदासी थी। उसने रास्ते में ही दम तोड़ दिया। कल की घटना उसकी आंखों के आगे सजीव हो उठी। एक बारगी उसकी इच्छा हुई कि रिक्शे से उतर जाए। किसी कार के हॉर्न से चौंककर वह वर्तमान में आ गया। उसके लिए यह चढ़ाई खास मायने नहीं रखती थी। वह अपराधी की भांति सिर झुकाए चल रहा था। इन वाक्यों में एक शब्द है जो प्रत्येक वाक्य में है। ഓരോ വാചകത്തിലും ഒരു വാക്കുണ്ട്. ആ വാക്ക് എല്ലാ വാചകങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് എല്ലാ വാചകങ്ങളിലും കോമൺ ആയി വന്നിരിക്കുന്ന ആ വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടെത്താമോ? वह वह का विविध रूप हम इसमें देख सकते हैं। पहला वाक्य देखे, उसे शाख सा लगा। उसे माने वह प्लस को. ഉസേക്ക് പകരം ഉസ്കോ എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വഹിൻ്റെ കൂടെ കോ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് ഉസേ എന്ന രൂപം കിട്ടുന്നത്. दूसरे वाक्य में उसकी वह प्लस की, और तीसरे वाक्य में उसने वह प्लस ने, और चौथे में उसकी आंखों अल्ले उसकी ആണ്, അപ്പോൾ वह प्लस की. और फिफ्थ वन है उसकी इच्छा हुई, वह प्लस की. और നെക്സ്റ്റ് വൺ കിസി കാർ കെ ഹോൺ സെ ചൗങ്കർ വഹ്. അവിടെ വഹ് ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രത്യയവും ചേർന്നിട്ടില്ല. അടുത്തതിൽ ഉസ്കേലിയെ വഹ് പ്ലസ് കേലിയെ. ലാസ്റ്റ് വണ്ണിലാണെങ്കിലോ വഹ്, തുടക്കത്തിലെ വഹ് എന്ന വേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വഹ് എന്ന വാക്ക് ഈ വാചകങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമുക്ക് അനുവർത്തിക്കാര്യ ഏക്കിൽ തന്നിരിക്കുന്ന ജോലി, ഈ വാക്യങ്ങളിലെ വഹ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യഹാ വഹ് കോൻ ഹെ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കൂ. പേജ് നമ്പർ 11 ടെക്സ്റ്റ് ബുക്കിലാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 അനുവർത്തിക്കാരിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏ പ്രസംഗ് കിൻ കിൻ പാത്രോ സെ സംബന്ധിത് ഹെ. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? കോണ്ടെസ്റ്റ്, സന്ദർഭം. ഈ സന്ദർഭം കഥയിലെ ഏതൊക്കെ കഥാപാത്രങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഈ ഓരോ സന്ദർഭവും ഏത് ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ഈ വാക്യം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തിലെ വഹ് ആരാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നുകൂടെ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഉസേ ഷാഖ് സാ ലഗാ. അവൻ ഷോക്കടിച്ചതുപോലെ തോന്നി. അവിടെ അവൻ ആരാണ്? യാത്രി അല്ലെങ്കിൽ ബാബുജി. ബാബുജിയെ യാത്രി എന്നും ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പറയാറുണ്ട്. അപ്പം യാത്രിയും ബാബുജിയും ഒന്നാണ് എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് ആൻസർ എഴുതുമ്പോൾ ബാബുജി എന്നോ യാത്രി എന്നോ നിങ്ങൾക്ക് എഴുതാം. എഴുതിയാലും ഉത്തരം ഒന്ന് ശരി തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി. അവൻ്റെ ശബ്ദത്തിൽ ആഴത്തിലെ ദുഃഖമുണ്ടായിരുന്നു. അവിടെ അവൻ ആരാണ്? ആരുടെ ശബ്ദത്തിലാണ് ആഴത്തിൽ ദുഃഖമുണ്ടായിരുന്നത്? ആൻസർ റിക്ഷേവാല. ഏത് റിക്ഷേവാല? നയേ റിക്ഷേവാല. അപ്പൊ ആൻസർ വ്യക്തമായി എഴുതണം, നയേ റിക്ഷേവാല. ക്വസ്റ്റ്യൻ നമ്പർ 3, ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയ. അവൻ വഴിയിൽ തന്നെ അവന്റെ ശ്വാസം നിലച്ചു. അതായത് അവൻ വഴിയിൽ തന്നെ അവൻ മരണപ്പെട്ടു. ആരെക്കുറിച്ചാണ് അവൻ എന്ന് പറയുന്നത്? അവിടെ അസലമാണ്. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ, കൽക്കി ഘട്ന ഉസ്കി ആംഖോं के आगे സജീവ് ഹോ ഉഠി. ഇന്നലത്തെ സംഭവം അവൻ്റെ കൺമുൻപിൽ ജീവൻ ഉള്ളതുപോലെ തെളിഞ്ഞു വന്നു. ആരുടെ കൺമുൻപിലാണ് തെളിഞ്ഞു വന്നത്? യാത്രി അല്ലെങ്കിൽ ബാബുജി. അടുത്തത്, ഏക് ബാരകി ഉസ്കി ഇച്ഛാ ഹുയി കി റിക്ഷേ സെ ഉത്തർ ജായേ. പെട്ടെന്ന് ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടന്നാലോ എന്ന് അവൻ ചിന്തിച്ചു. ആരാണ് അസലമിൻ്റെ ദുഃഖം കണ്ടിട്ട്, വെപ്രാളം കണ്ടിട്ട് റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടന്നാലോ എന്ന് ആലോചിക്കുന്നത്?
അതെ, ബാബുജി. ബാബുജി അല്ലെങ്കിൽ യാത്രി. കിസി കാർ കെ ഹോൺ സെ ചൗങ്കർ വഹ് വർത്തമാൻ മേ ആ ഗയ. ഏതോ ഒരു കാറിന്റെ ഹോണടി കേട്ടിട്ട് അവൻ ഇന്നത്തെ കാലത്തേക്ക് മടങ്ങി വന്നു. അല്ലെ, തലേ ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന ബാബുജി ഒരു കാറിന്റെ ഹോൺ കേട്ടിട്ട് ഇന്നത്തെ കാലത്തേക്ക് മടങ്ങി വന്നു. അപ്പൊ ബാബുജിയാണ് ആ കാറിന്റെ ഹോൺ കേട്ടിട്ട് ഇന്നത്തെ സമയത്തേക്ക് മടങ്ങിയെത്തുന്നത്. ബാബുജിയുടെ ഓർമ്മകളാണ്, അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ബാബുജി അല്ലെങ്കിൽ യാത്രി. ഉസ്നെ ഉസ്കെ ലിയേ യഹ് ചढ़ाई ഖാസ് മായനെ നഹീ രഖ്തി ഥി. അവന് ഈ കയറ്റം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആർക്കാണ്? നയേ റിക്ഷേവാലേക്കോ കെ ലിയേ. വഹ് അപരാധി കി ഭാന്തി സിർ ചുകായെ ചൽ രഹാ ഥാ. അവൻ കുറ്റവാളിയെ പോലെ തല കുമ്പിട്ട് നടക്കായിരുന്നു. ആരാണ്? ബാബുജി അല്ലെങ്കിൽ യാത്രി. അപ്പൊ ഇത്രയും വാക്യങ്ങൾ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യമായി ചോദിക്കാം. ഉദാഹരണത്തിന് ഉസേ ഷാക്സ ലഗ കിസ്കോ നമ്മൾ എഴുതിയ ചോദ്യമാണ്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ലോഗ് ബുക്കിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് 6, 7, 8 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇപ്പോൾ 1 മുതൽ 4 വരെ മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെ എഴുതണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ, 5, 6, 7, 8 മാർക്ക് വരെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ ചോദ്യം ചോദിക്കും. ഇങ്ങനെയുള്ള ഇച്ചിരി വലിയ തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നും ആ ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് സാധാരണ 5 മുതൽ 8 വരെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് 5നേക്കാൾ 6 മുതൽ 8 വരെയുള്ള മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഡയറി, പത്ര, സംക്ഷേപൺ, പിന്നെ ലെറ്റർ, വാർത്താല, ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഴുതിയ ഉത്തരം കാണുമ്പോൾ ചോദ്യം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകരുത്. ഇപ്പോൾ ഒരു ഉത്തരം എഴുതിയിട്ട് ആ ഉത്തരം കാണുമ്പോൾ ഇത് വാർത്താലാപാണോ, ഇത് ലെറ്റർ ആണോ, ഇത് ഡയറി ആണോ, ഇത് ആത്മകഥയാണോ, ഇത് സങ്കോഷ്ടി ലേഖാണോ, ഇത് നിബന്ധാണോ, ഇത് വിജ്ഞാപനാണോ, ഇത് പോസ്റ്ററാണോ എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാവുന്ന രീതിയിലായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഓരോ ഉത്തരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒരു ലെറ്റർ ഒറ്റ നോട്ടത്തിൽ വായിച്ചു നോക്കാതെ തന്നെ ഒരു ലെറ്ററാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് അല്ലേ, മനസ്സിലാകണം. അത് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ നമുക്ക് അർഹതയുള്ള മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പം നിങ്ങൾ ആദ്യം ഈ ഒരു ഉത്തരം നോക്കൂ. ഈ ഉത്തരം കണ്ടിട്ട് ഇതിൻ്റെ ചോദ്യം എന്താകും എന്നൊന്ന് ആലോചിക്കാമോ? ഇതൊരു വാർത്താലാപ് എഴുതിയിരിക്കുകയാണ്, അതായത് വാർത്താലാപ് എഴുതൂ എന്നാണ് ചോദ്യം. ഇനി ഇത് നോക്കൂ, ഇതിൻ്റെ ചോദ്യം എന്തായിരിക്കും? ഇത് ഒരു ലെറ്ററാണ്, ഒരു പേഴ്സണൽ ലെറ്ററാണ്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ എഴുതിയ ഒരു പേഴ്സണൽ ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചിരിക്കാം. അതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഇനി ഇത് ഒരു ഡയറിയാണ്. അപ്പോൾ ഒരു ഡയറി ഈ വാർത്താലാപിൽ നിന്നും ഈ ലെറ്ററിൽ നിന്നും വ്യത്യാസം പുലർത്തുന്ന ഒന്നാണ് അല്ലേ. അപ്പം ഈ വ്യത്യാസം പെട്ടെന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും മുകളിൽ ദിവസം, മാസം, വർഷം, ആഴ്ച 4 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കാലബോധം. ഡയറി ഏത് ദിവസം, ആ ദിവസം ഏത് മാസത്തിലുള്ളതാണ്, ആ മാസം ഏത് വർഷത്തിലുള്ളതാണ്, ആ ദിവസം എന്താഴ്ചയായിരുന്നു, ഇത് കൂടാതെ 5ാമത്തെ കാര്യമായ സമയം. ഇങ്ങനെ 5 പോയിന്റുകൾ വ്യക്തതയോടെ ഒരു ഡയറിയിൽ ഉണ്ടാവണം. ഞാനിപ്പോൾ കാണിക്കുന്ന ഡയറിയിൽ 20/10/2020 ബുധവാർ
കണ്ടോ, ദിവസം 20 10ാം മാസമാണ്, 2020 വർഷമാണ്, ആഴ്ച ബുധവാറാണ്. അത് എഴുതിയിരിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏറ്റവും മുകളിലാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ ടീച്ചർ അത് കാണുമ്പോൾ തന്നെ ടീച്ചറിന് എന്ത് മനസ്സിലാവണം, ഞാൻ ഈ വായിക്കുന്ന ഉത്തരം ഒരു ഡയറി കുറിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം നോക്കൂ, രാത്കോ 11 ബജെ സമയവും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ദിവസം, മാസം, വർഷം, ആഴ്ച, സമയം. ഈ 5 കാര്യങ്ങളും എഴുതേണ്ട സ്ഥലവും നിങ്ങൾ ഉറപ്പിച്ച് തന്നെ പോകണം. അപ്പം ഞാനതിന് ഈ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും സ്ഥലം കണ്ടെത്താനുള്ള കാരണം ഒറ്റ നോട്ടത്തിൽ ഇത് ഡയറിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഡയറി എഴുതേണ്ട ഒരു ഘട്ടം നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഉള്ളടക്കം എന്തെഴുതണം എന്നാണ്. इसका जो मैटर है उसे लिखने के लिए हमें कुछ सूचक दे देते हैं. പ്രശ്നപത്രത്തിൽ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ ഡയറിയുടെ ക്വസ്റ്റ്യനോടൊപ്പം ഒരു 3-4 പോയിന്റ്സ് സൂചകങ്ങൾ തരാറുണ്ട്. അപ്പം ഈ സൂചകങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളൊരു മാറ്റർ റെഡിയാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉള്ളടക്കത്തിൽ ഈ സൂചകങ്ങൾ പൂർണ്ണമായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ഇനി ഈ മാറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം ഞാൻ. എപ്പോഴും ഈ ഉള്ളടക്കത്തിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം. പൂർണ്ണമായി നിരാശപ്പെട്ടിട്ട് അയ്യോ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ഡയറി അല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചു കാണുമല്ലോ അല്ലേ? ആ ഡയറി കുറിപ്പുകൾ നമ്മളെ വായിക്കാൻ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ നാളേക്ക് വേണ്ടിയുള്ള പോസിറ്റീവ് ചിന്തകളാണ് അല്ലേ? ഇത്രയും അപകടം, മരണം മുന്നിൽ കണ്ടിട്ട് പോലും ആ കുട്ടി നാളേക്ക് പ്രതീക്ഷ വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ നാളേക്ക് വേണ്ടിയുള്ള ഒരു ചിന്ത നൽകുന്ന ഡയറികളാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഡയറി കുറിപ്പുകളായി മാറുന്നത്. അപ്പം നിങ്ങൾ എഴുതുന്ന ഡയറികളിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് ഈ ഡയറിയുടെ ഭാഷാശൈലി എങ്ങനെയുള്ളതാണ്? നമ്മൾ ആത്മകഥ എഴുതാറുണ്ട്, ലെറ്റർ എഴുതാറുണ്ട് അല്ലേ? ഇതൊക്കെ എഴുതുമ്പോൾ നമ്മളെക്കുറിച്ചാണ്. ആത്മകഥയിൽ പൂർണ്ണമായും നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് അല്ലേ, മേ അപ്നി ബാത് കേത്തി ഹൂം. അതേ ശൈലി തന്നെയാണ് ഡയറിയിലും നമ്മൾ എഴുതുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഏറ്റവും ഉറ്റ മിത്രത്തോട് പോലും പറയാത്ത കാര്യങ്ങൾ നമ്മുടെ ഡയറിയോട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡയറിയെ നമ്മൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ കാണുകയും ഡയറിയോട് നമ്മൾ സംസാരിക്കുകയാണ് ഡയറി കുറിപ്പിലൂടെ ചെയ്യുന്നത്. ആ ഭാഷയിൽ സത്യം തീർച്ചയായും ഉണ്ടാകും അല്ലേ? സത്യവും സാധാരണത്വവും നിറഞ്ഞ ലാംഗ്വേജ് ഭാഷയിൽ സ്വന്തം അനുഭവങ്ങളും സ്വന്തം വിചാരങ്ങളും സ്വന്തം മനസ്സിൻ്റെ കണ്ണാടിയായി മാറുന്ന ഒരു ഡയറി കുറിപ്പാണ് ഇത് എന്ന് ബോധത്തോടു കൂടി വേണം നമ്മൾ ഡയറി തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറി എഴുതുന്ന ശീലം തീർച്ചയായും ഉണ്ടാകും. ഇതിനിടയ്ക്ക് നിങ്ങൾ ഡയറി എഴുതാതിരുന്ന് കാണില്ല. നിങ്ങളുടെ വ്യക്തിപരമായ പല അനുഭവങ്ങളും നിങ്ങൾ കുറിച്ചിടുന്നുണ്ടാകും. അപ്പോൾ ഈ ഡയറി കുറിപ്പിൽ ആരുടെ ഡയറിയാണോ എഴുതാൻ പറയുന്നത് നമ്മൾ ആ വ്യക്തിയായി മാറുകയാണ്. ബാബുജിയുടെ ഓർമ്മക്കുറിപ്പാണ്, അല്ലെങ്കിൽ ബാബുജിയുടെ ഡയറി കുറിപ്പുകളാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 11 തന്നെ പാഠ്യപുസ്തകത്തിൽ നോക്കൂ. यात्री का मन संघर्ष से भरा था, वह अपना संघर्ष डायरी में लिख रहा है, वह डायरी लिखी. യാത്രി മാനെ ബാബുജി. ഞാൻ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റ്യനുകൾ ബാബുജിക്ക് യാത്രി എന്ന വേർഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർക്കണം, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല അല്ലേ? ഇവിടെ യാത്ര ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, യാത്രി മാത്രമേ ഉള്ളൂ, മറ്റത് റിക്ഷക്കാരനാണ്. അപ്പം യാത്രിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാണ്. അദ്ദേഹത്തിൻ്റെ ടെൻഷൻ തൻ്റെ ഡയറി കുറിപ്പായിട്ട് എഴുതിയിടുക. ആ എഴുത്തിൽ, ആ ഡയറി കുറിപ്പിൽ വരേണ്ട പോയിന്റ്സ്, നമ്മൾ ഉള്ളടക്കത്തിൽ വരേണ്ട പോയിന്റ്സ് ആണ്. അതിൻ്റെ താഴെ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കൂ. അസലം കി മൃത്യു കി ഖബർ. നമ്മുടെ ഡയറി കുറിപ്പിൽ, യാത്ര എഴുതുന്ന ഡയറി കുറിപ്പിൽ അസലം മരിച്ച വാർത്ത എഴുതിയിരിക്കണം. അസലം കെ പ്രതി അപ്നാ വ്യവഹാർ,
താൻ അസലമിനോട് പെരുമാറിയത് എങ്ങനെയാണ് എന്ന കുറ്റബോധത്തോടെ യാത്രി ഓർമ്മിക്കണം. ഹംദർദി കാ അഭാവ്, ഞാൻ ദയവ് കാട്ടിയില്ലല്ലോ എന്ന ഒരു വിചാരവും ആ ഡയറി കുറിപ്പിൽ ഉണ്ടാവണം. പശ്ചാത്താപസേ ഉത്പന്ന അനുതാപ്, പശ്ചാത്താപം വിവശനായിട്ട് ഒരു സമാനുഭൂതിയിലേക്ക് ഞാൻ എത്തി, അല്ലെങ്കിൽ എനിക്ക് ഒരു മാറ്റം ഉണ്ടായി എന്ന്, യാത്രിക്ക് സ്വയം ഒരു മാറ്റമുണ്ടായി എന്നും ആ വാചകങ്ങളിൽ ഉണ്ടാകണം. ഇനി നിങ്ങൾക്ക് ഡയറി എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നുകൂടി ഞാൻ പറയാം. ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് തീയതി, ദിവസം, മാസം, വർഷം, ആഴ്ച, സമയം, ഈ 5 കാര്യങ്ങൾ വ്യക്തതയോടെ മുകളിലും താഴെയുമായി എഴുതിയിരിക്കണം. ഒന്നാമത്തെ കാര്യം മറക്കില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉള്ളടക്കത്തിൽ വന്നിരിക്കണം. സൂചകങ്ങളെ പൂർണ്ണമായും ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തണം. ആ സൂചകങ്ങളിലെ വാക്കുകൾ അതുപോലെ നിങ്ങളുടെ ഉള്ളടക്കത്തിൽ എടുക്കുന്നതിലും തെറ്റില്ല. മൂന്നാമത്തെ കാര്യം, ഡയറിയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. നാളേക്ക് വേണ്ടി ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നിരാശയുള്ള ഡയറി അല്ല, പ്രതീക്ഷയുള്ള ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. ലാസ്റ്റ് വൺ, ഡയറിയുടെ ഭാഷ ആത്മകഥാശൈലിയിലായിരിക്കണം. ഞാൻ എൻ്റെ കഥ എഴുതുന്ന അതേ ശൈലിയിലാണ് ഡയറിയും തയ്യാറാക്കേണ്ടത്. ഭാഷയിൽ സത്യവും സാധാരണത്വവും ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ സാധാരണ ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഭാഷ, സാഹിത്യ ഭാഷയൊന്നും ഡയറിക്ക് വേണ്ട. ഇതാണ് ഡയറിയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ഡയറി തയ്യാറാക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് മോഡലായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു ചെറിയ ഡയറി ഇവിടെ തരുന്നുണ്ട്, ഒന്ന് നോക്കൂ. ആജ് അസലം, ആ ഡേറ്റ് കണ്ടോ? ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ആഴ്ച ഇട്ടിട്ടുണ്ട്, ബുധവാറിന്. ഇനി ഡയറിയിലേക്ക് നോക്കൂ. ആജ് അസലം നഹി ആയ, ഇന്ന് അസലം വന്നില്ല. വഹ് നഹി രഹ, അവനില്ല, അവൻ മരിച്ചുപോയി. ഉസ്കി മൃത്യു കി ഖബർ സുൻകർ മുझे शौक सा लगा. നമുക്ക് ടെക്സ്റ്റിലെ വാചകങ്ങൾ അതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആവർത്തിച്ച് ടെക്സ്റ്റ് വായിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാതിരിക്കില്ല. നമുക്ക് ആ ടെക്സ്റ്റിലെ വാചകം തന്നെ പലപ്പോഴും ഉത്തരത്തിൽ എഴുതി വെക്കാൻ പറ്റും. അതിനാണ് ഞാൻ ആവർത്തിച്ച് ടെക്സ്റ്റ് വായിക്കാൻ നിങ്ങളോട് പറഞ്ഞത്. ഉസ്കി മൃത്യുക്കി ഖബർ സുൻകർ മുझे शौक सा लगा, അവൻ്റെ മരണ വാർത്ത കേട്ടിട്ട് എനിക്ക് ഷോക്ക് അടിച്ചതുപോലെ തോന്നി. മുച്ചേ കണ്ടോ, യാത്രിക്കൊന്നും അവിടെ എഴുതി വെക്കരുത്. അതാണ് ഭാഷ. ആത്മകഥാപരക്കായിരിക്കണം ഭാഷ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഉസ് ശ്രമിക് കെ സിർ കെ പസീനെ കി ബൂന്ദേ ആശ് മേരെ ആസു ബൻ ഗയേ ഹൈ. ആ പണിക്കാരൻ്റെ തലയിൽ നിന്ന് ഒഴുകിയ വിയർപ്പ് തുള്ളികൾ എൻ്റെ കണ്ണുനീരായി ഇന്ന് മാറിയിരിക്കുന്നു. അവിടെ ഞാൻ അസലമിനോട് വളരെ മോശമായി പെരുമാറി എന്ന സൂചന കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ സൂചകയിൽ രണ്ടാമത്തതാണത്, അസലം കെ പ്രതി അപ്ന വ്യവഹാർ. അവിടെ നിങ്ങൾക്ക് സ്വന്തം സെൻറ്റൻസിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അസലം കെ പ്രതി അപ്ന വ്യവഹാർ ബുരാധ എന്ന് എഴുതിയാലും മതി. കണ്ടോ, അപ്പോൾ അസലം കെ പ്രതി അപ്ന വ്യവഹാർ എന്നും അത്ര വരെ സൂചകത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. 4 സെൻറ്റൻസ് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. നോക്കൂ, ആ പശ്ചാത്താപ് കർണേസെ ക്യാ ഫായദ. ഇനിയിപ്പം പശ്ചാത്തപിച്ച് കരഞ്ഞിരുന്നിട്ട് ഒരു ഉപയോഗവും എനിക്കില്ല. മുझे സുധാരണ ഹെ, എനിക്ക് നന്നാവണം. അതാണ് അതിലെ പോസിറ്റീവ് എനർജി. ശ്രമിക് വർഗ കെ പ്രതി ആദർ കാ ഭാവ് മേ രഖൂംഗ മുझे രഖ്ന ഹെ. ശ്രമിക് വർഗിനോട് റെസ്പെക്റ്റ് ആയിട്ട് ഞാൻ ഇനി പെരുമാറണം, എനിക്കിനി പെരുമാറണം. സഹജീവിക്ക് പ്രതി സമാനുഭൂതി രഖൂംഗ. എൻ്റെ കൂടെയുള്ള സഹജീവികളോട് അവരുടെ ഫീലിംഗ് അതുപോലെ സമാനുഭൂതി, അവർ എന്തൊക്കെ അനുഭവിക്കുന്നു അത് അതുപോലെ ഫീൽ ചെയ്യാൻ, അതുപോലെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കും. ശ്രമിക് വർഗക്കെ സുധാർ കെ ലിയെ കോശിഷ് കരുക. ശ്രമിക് വർഗിനെ ഉയർത്താൻ, അവരെ നന്നാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. एक नई शुरुआत और സുപ്രഭാത് के लिए सोने जाता हूँ. ഒരു നല്ല പുതിയ പ്രഭാതം, നല്ലൊരു തുടക്കം അല്ലെങ്കിൽ നല്ലൊരു പ്രഭാതത്തിനായി ഞാൻ ഇന്ന് ഉറങ്ങാൻ പോകുന്നു.
रात को 11 बज गए, രാത്രി 11 മണിയായി. അപ്പം ഇതൊരു മോഡൽ ഡയറി ആയിട്ട് എടുത്ത് നിങ്ങളിത് നോട്ട്ബുക്കിൽ എഴുതിയിടുക. ഇപ്പോൾ എൻ്റെ ഇത് കോപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കോപ്പി ചെയ്യുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ ഫെയർ എന്ന് എഴുതിയിടുക. അതിനോടൊപ്പം നിങ്ങളുടേതായ ഭാവന വെച്ച് ഒരു ഡയറി റഫായിട്ട് എഴുതിയിട്ടുള്ളൂ. അതിൽ എത്ര മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, എഴുതി നോട്ട്ബുക്കിൽ അതിൻ്റെ ഫെയർ വർക്കും റഫ് വർക്കും നിങ്ങൾ ഇട്ടേക്കും. ഓക്കെ, ഇന്ന് ഇത്രയും മതി. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിക്കവാറും അടുത്ത ആഴ്ച നമുക്ക് അനുതാപ് എന്ന പാഠം പൂർണ്ണമാക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 4 ആഴ്ചയോളം അനുതാപ് എന്ന ലെസണിന് വേണ്ടി കിട്ടിക്കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നിങ്ങൾ ദിവസവും ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുതാപ് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയി കഴിഞ്ഞു കാണും. അതിലെ മിക്ക വാചകങ്ങളും ബൈഹാർട്ടായി കഴിഞ്ഞു കാണും. നന്നായി പഠിക്കുക. ഓക്കെ, ധന്യവാദ് ബച്ചോ.